അപ്പോൾ നമ്മളിത് രാവിലെ ഒരു 6 മണിയായപ്പോഴത്തേക്കും കരാട്ടേൻ്റെ ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കാണ് കേട്ടോ. ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മുഖം നിങ്ങൾ നോക്കണ്ട, പോകാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, അത് രാവിലെ തന്നെ ചെറിയൊരു വയറുവേദന. രാവിലെ നേരത്തെ പോകേണ്ടതുകൊണ്ട് തന്നെ ചേട്ടൻ പറഞ്ഞു ഞാൻ സ്കൂട്ടിയിൽ കൊണ്ടാക്കാമെന്ന്. അങ്ങനെ അതും ഇതൊക്കെ പറഞ്ഞു എല്ലാം സോൾവ് ആക്കിയിട്ട് സ്കൂട്ടിയിൽ ഞങ്ങൾ പോയിട്ടോ. അപ്പം നമുക്ക് എത്തേണ്ടത് പയ്യോളിയിലുള്ള പെരുമ ഓഡിറ്റോറിയത്തിലാണ്. അധികം ദൂരമൊന്നുമില്ല, കൂടിപ്പോയി ഒരു 10 മിനിറ്റ്. ഭാഗ്യത്തിന് ആ സമയത്ത് ഗേറ്റ് അടവൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 6 മണിക്ക് അവിടെ എത്തണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് 6:30. പിന്നെ പോകുന്ന വഴിയിൽ പോലീസുകാർക്ക് കൊടുക്കാൻ കയ്യിൽ 500 രൂപ ഉണ്ടെങ്കിൽ ഹെൽമെറ്റ് കയ്യിൽ തന്നെ വെച്ചാൽ മതി എന്ന് ചേട്ടൻ പറഞ്ഞു. അയ്യോ, അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഹെൽമെറ്റ് വെക്കാത്ത കാര്യം കേട്ടോ. പിന്നെ അത്രയും റിസ്ക് എടുത്ത് 5ഉം 10 ചേട്ടൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റുന്ന പൈസയാണ്. അത് അവർക്ക് കൊണ്ടേ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ആലോചിച്ച് ഞാൻ വേഗം ഹെൽമെറ്റ് അങ്ങ് എടുത്ത് വെച്ചു. അങ്ങനെ 6 മണിക്ക് അവിടെ എത്തേണ്ട നമ്മൾ ഒരു 6:45 അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് പയ്യോളിയിലുള്ള പെരുമ ഓഡിറ്റോറിയം. അപ്പോൾ കഴിഞ്ഞ ബെൽറ്റിൻ്റെ ടെസ്റ്റ് നടന്നത് നമ്മുടെ വടകരയുള്ള സ്പോർട്സ് ക്ലബ്ബിൽ വെച്ചിട്ടായിരുന്നേ. അത് പിന്നെ കുറച്ച് വൈകിട്ടായിരുന്നു, നമുക്ക് ഇത്ര നേരത്തെ പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പുണ്യേച്ചീൻ്റെ കൂടെ അവരുടെ കൂടെയാണ് കേട്ടോ പോയത്. പേരൻസ് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോയത്. ഇതിപ്പോൾ നേരത്തെ ആയതുകൊണ്ട് തന്നെ ബസ്സും കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ചേട്ടൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ നൈസായിട്ട് കയറി പോകുന്നതാട്ടോ. അപ്പോൾ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്, ഞാൻ മാത്രമാണ് ഇന്ന് വൈകിയത്. അപ്പോൾ നമുക്കിത് സ്റ്റെയർ കയറിയിട്ട് പോകണം കേട്ടോ. 2ാമത്തെ നിലയിലാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. അപ്പം എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ, നീ എവിടെയാ വരാത്ത എന്താണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവർ പറഞ്ഞു നീ തിരക്ക് പിടിക്കേണ്ട, അവിടെ തുടങ്ങുന്നേ ഉള്ളൂ, പ്രശ്നമില്ലാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ മെല്ലെ വന്നതാണ് കേട്ടോ. ഇത് പിന്നെ എപ്പോഴും അങ്ങനെ തന്നെ, ബെൽറ്റ് എങ്ങാനും കൈ കെട്ടിക്കേണ്ടവനെ കെട്ടുക ഊരുക ഇത് തന്നെയാണ് പണി. പിന്നെ ഞാൻ നോക്കുമ്പോൾ അവിടെയാണ് രജിസ്ട്രേഷൻ നടക്കുന്നത്. അത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നില്ലേ, ആ ഹാളിൻ്റെ ഉള്ളിലാണ് കേട്ടോ മക്കളെല്ലാവരും ഇരുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് കയറിയിരിക്കണം. അപ്പോൾ ഇതാ എൻ്റെ ഫ്രണ്ട്സ് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, അവിടെ നിന്ന് നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഇത്രയും നാണം കേട്ടിട്ടില്ലായിരുന്നു. രജിസ്ട്രേഷന് പോയ സമയത്ത് മോനോട് പേര് ചോദിച്ചു, എത്ര വയസ്സായി, ഡേറ്റ് ഓഫ് ബർത്ത് എന്താണെന്നൊക്കെ ചോദിച്ചു, എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അവസാനം ചോദിച്ചോ അച്ഛൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. മദേഴ്സ് നെയിം എന്ന് ചോദിച്ചപ്പോൾ അവനാകെ കിടന്ന് തപ്പിക്കളിക്കായിരുന്നു. എന്തിൻ്റെ ആവശ്യം ഇങ്ങനെ തപ്പിക്കളിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അവൻ എടുത്ത വായിക്ക് പറഞ്ഞു, മോനെ അച്ഛൻ്റെ പേര് ചോദിക്കുമ്പോൾ ഇങ്ങനെ തപ്പിക്കളിക്കരുത് എന്ന് പറഞ്ഞ് എൻ്റെ മുഖത്തേക്കൊരു നോട്ടം നോക്കി. തകർന്നു പോയി എൻ്റെ ബാല്യം. പിന്നെ ഇതാ ഈ കരാട്ടെ മോംസിൻ്റെ അടുത്ത് കൂടെ പോയി പറഞ്ഞപ്പോൾ അവരും പൂരം ചിരിയായിരുന്നു കേട്ടോ. എല്ലാവരും വരുന്നേ ഉള്ളൂ. കുറേ പേരൻസൊക്കെ വന്നിട്ടുണ്ട്, കുറേ പേരൊക്കെ മക്കളെ അവിടെ ആക്കിയിട്ട് തിരിച്ചു പോവുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും പോയി സ്ഥിരം അവിടെ നിൽക്കുന്നതായതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു. ഹാളിൽ നിന്ന് കുറേ നേരം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ താഴേക്കാണ് വന്നിട്ടുള്ളത്. ഓരോ ബെൽറ്റിനനുസരിച്ച് ഓരോ കുട്ടികളൊക്കെ തരംതിരിച്ച് താഴെ വന്നിട്ടാണ് കേട്ടോ പിന്നെ കുറേ നേരം കത്തയൊക്കെ ചെയ്യിപ്പിച്ചത്. അപ്പോൾ ഇതാട്ടോ എൻ്റെ അച്ചൂട്ടൻ നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഒരു മാസം അവൻ ക്ലാസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. വിഷുവും ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് നിലമ്പൂർ പോവുകയും വയനാട് വരെയൊക്കെ ആയിട്ട് അങ്ങനെ ഇങ്ങനെ ഒരു മാസം ക്ലാസ് മിസ്സായിരുന്നു. ഞാൻ വിചാരിച്ചു നല്ല ബുദ്ധിമുട്ടായിരിക്കും, ചെയ്യാൻ പറ്റുമൊന്നുമില്ലാന്ന്. പക്ഷെ അവൻ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് പിന്നെ കരാട്ടെ നല്ല ഇഷ്ടമാണ് കേട്ടോ. മോൻ്റെ ഒരു നിർബന്ധപ്രകാരം തന്നെയാണ് നമ്മൾ കരാട്ടയിൽ കൊണ്ടുപോയി ചേർത്തിയതും. അതുപോലെ തന്നെ ക്ലാസ്സിന് പോവുകയാണെങ്കിൽ നമുക്ക് വീക്കിൽ 2 ക്ലാസ്സാണ് വരിക, തിങ്കളും വ്യാഴവും. ആ ക്ലാസ്സിന് അവന് കറക്റ്റ് അവന് ഓർമ്മയുണ്ടാവും. അവന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്, എന്തോ കരാട്ടെ ഭയങ്കര ഇഷ്ടമാണ്. തൊട്ടപ്പുറത്ത് തന്നെ ഓറഞ്ച് ബെൽറ്റിനെയും ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയ ആൾക്കാരാണ് കേട്ടോ, സാറുമാരുണ്ട്, പിള്ളേരുണ്ട്, അവരൊക്കെയാണ് കേട്ടോ അവരെ കൂടുതലും ട്രെയിൻ ചെയ്യിക്കുന്നത്. പിന്നെ അവരത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. നമ്മളവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു, അതിൽ കയറി കുറേ നേരം ആടിയിട്ടോ. ഞാൻ മാത്രമല്ല നമ്മളെല്ലാവരും ആടിയിട്ടുണ്ട്. പിന്നെ അതിലിരുന്ന് ഇരുന്നും കിടന്നൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇതാ വെയിൽ കൊള്ളാൻ മടിച്ചിട്ട് 2 പേരും ഉണ്ട് ഓട്ടോയിൽ കയറി ഇരിക്കുന്നത്. ഇവരൊക്കെയാണ് കേട്ടോ നമ്മളെ കരാട്ടെ മോംസ് എന്ന് പറയുന്നത്. ഞാനുണ്ട്, റീമേച്ചി, റീഷ്മേച്ചി, അനു ഉണ്ട്, സുരഭി ഉണ്ട്, പുണ്യേച്ചി ഉണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെയാണ് കേട്ടോ ഒരു സെറ്റ്. പിന്നെ രാവിലെ തന്നെ വന്നുകൊണ്ട് തന്നെ നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ റീമേച്ചി പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അതൊക്കെ കഴിച്ചു. അപ്പോൾ ഒരു ചെറിയൊരു ആശ്വാസം. നല്ല വിശപ്പുണ്ടായതുകൊണ്ട് തന്നെ പഴത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു 10 മണി 10:30 ആകുമ്പോഴത്തേക്കും ടീ ടൈം ആയിട്ടോ. സാധാരണ നമുക്ക് രാവിലെ തുടങ്ങിയിട്ട് വൈകുന്നേരം വരെ നമ്മുടെ പ്രോഗ്രാം ഉണ്ടായിരിക്കും. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് ബിരിയാണി ഒക്കെയാണ് ഉണ്ടാവാറ്. ഇപ്പോൾ ഇന്ന് രാവിലെ തുടങ്ങിയതുകൊണ്ട് തന്നെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ പ്രോഗ്രാം തീരും. ആ ഒരു ടൈമിനനുസരിച്ചാണ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ആദ്യം മക്കൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പേരൻസൊക്കെ വളരെ കുറവായിരുന്നു, കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ അതിന് കാര്യമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മക്കളൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കഴിക്കാനിരുന്നു കേട്ടോ. പിന്നെ ഇതാ കൈയൊക്കെ കഴുകി. അവിടെ ഒരു നല്ലൊരു മിറർ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല രസമല്ലേ കാണാൻ. അവിടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ നേരെ ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ കഴിക്കാനൊക്കെ ഇരുന്നത്. അങ്ങനെ ഓരോരുത്തരായിട്ട് വരിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ കിട്ടിയ സ്ഥലത്തൊക്കെ ഇരുന്നു. പിന്നെ പ്ലേറ്റ് വന്നു. അതിന് ശേഷം കുടിക്കാനായിട്ട് ക്ലാസ് ഉണ്ടെന്ന് ഒരു കുഞ്ഞി മോനാണ് കേട്ടോ. അവനെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അവൻ വേഗം ഓടിപ്പോയി. പിന്നെ നമുക്കിതാ പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ വന്നു. പിന്നെ പൊറോട്ട എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ കമഴ്ന്നടിച്ച് വീഴും. പിന്നെ ആദ്യമൊക്കെ കുറേ തിന്നാൻ പറ്റുമായിരുന്നു, പക്ഷേ ഇപ്പം അങ്ങനെ തിന്നാൻ പറ്റുന്നില്ല. മാക്സിമം 2 അങ്ങനെ ഞാൻ 2 പൊറോട്ടയൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല വിശപ്പും ഉണ്ടായിരുന്നേ. പിന്നെ കറി വന്നു. കറീൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ടേസ്റ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷേ നന്നായിട്ട് വെന്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇറച്ചിയൊക്കെ. പക്ഷേ കുഴപ്പമില്ല, അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇത്രയും പേർക്കൊക്കെ വെക്കുന്നതല്ലേ, അപ്പോൾ കുഴപ്പമില്ല, കഴിച്ചു.
നമുക്ക് പിന്നെ തിരക്കൊന്നുമില്ലല്ലോ, നമ്മൾ പിന്നെ ആക്കം പോലെ സംസാരിച്ച് മെല്ലെയൊക്കെയാണ് കഴിച്ച് തീർത്തത്. അപ്പോൾ ഞാൻ എന്തായാലും ഇതാ ഫുഡ് കംപ്ലീറ്റ് ആക്കി കഴിച്ചിട്ടുണ്ട്. എനിക്കങ്ങനെ ഫുഡ് വേസ്റ്റ് ആക്കുന്ന ഇഷ്ടമല്ല, നിങ്ങൾക്കറിയാം, ഞാനങ്ങനെ വേസ്റ്റ് ആക്കാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മുഴുവൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പ്ലേറ്റും ഗ്ലാസ്സൊക്കെ നമ്മൾ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടിട്ട് നേരെ പോയി. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ യെല്ലോ ബെൽറ്റിൻ്റെ ടെസ്റ്റ് തുടങ്ങി കേട്ടോ. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാ അവരുടെ ടെസ്റ്റ് എന്തായാലും നന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് കടക്കാൻ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ഒരു ഫാനിൻ്റെ അടിയിൽ വന്നിരുന്നിട്ട് ആദ്യം ഇരുന്ന സ്ഥലത്ത് തന്നെ സീറ്റ് ഉറപ്പിച്ചിട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ കുറേ കഥ പറഞ്ഞുകൊണ്ടിരുന്നു. ഞങ്ങളുടെ കഥ എത്ര പറഞ്ഞാലും തീരൂല. കരാട്ടെ ക്ലാസ്സിലാണെങ്കിൽ തന്നെ ഞങ്ങൾ ഇത്രയും പേരൻസ് മക്കളെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകാറില്ല കേട്ടോ. ഞങ്ങൾ ഇത്രയും പേര് ഒരു 5 മണി മുതൽ 6:45 7 മണി വരെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഇങ്ങനെ കഥ പറയൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് കത്തിയടിച്ച് പിന്നെ പൊറോട്ട കഴിച്ചതിൻ്റെ ക്ഷീണവും കുറേ പേര് അവിടെ കിടന്ന് ഉറക്കം തൂങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമുക്ക് അകത്തേക്ക് കടക്കാനുള്ള പെർമിഷൻ കിട്ടിയിട്ടോ. കാരണം ടെസ്റ്റിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മളിത് അകത്തേക്ക് കയറി ഇരുന്നു കേട്ടോ. കയറി ഇരുന്നതിന് ശേഷം ഇതാ മക്കളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കും. കുറച്ച് നേരം ഇങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റീസും എക്സസൈസൊക്കെ ചെയ്യിപ്പിച്ചതിന് ശേഷമാണ് പിന്നെ അടുത്തത് തുടങ്ങുക. ഇത് കഴിഞ്ഞാൽ പിന്നെ ഉടനെ ഫൈറ്റാണ് കേട്ടോ. ഫൈറ്റ് കുഞ്ഞു മക്കളെ മുതൽ വലിയവരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കുവേ. നമുക്ക് ഫൈറ്റ് കാണാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തർക്ക് നല്ല കുത്തും നല്ല ഇടിയൊക്കെ കിട്ടും കേട്ടോ. ഓരോ മക്കൾ കരയാൻ തുടങ്ങും, ഒരാൾ നല്ലോണം കൊടുക്കും. ഫൈറ്റ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് കാണുമ്പോൾ. അതാ അച്ചൂട്ടൻ അങ്ങ് അറ്റത്താണ് കേട്ടോ ഉള്ളത്, അതുകൊണ്ട് നമുക്ക് കാണുന്നില്ല. ഒരു മോന് ശരിക്കും നല്ല കുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ മോന് കുറേ നേരം കരഞ്ഞു കേട്ടോ. പിന്നെ നമ്മുടെ സെൻസായി വന്നിട്ട് അതൊക്കെ റെഡിയാക്കി ഓക്കെ ആക്കി സെറ്റാക്കി കൊടുക്കും. പിന്നെ ഇത് സ്ഥിരമായിരിക്കും ഇങ്ങനെ ഫൈറ്റിൽ ഇടിക്കുമ്പോൾ വേദനയും കാര്യങ്ങളൊക്കെ. പിന്നെ ഫൈറ്റ് ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ കുട്ടികളുടെ ഹൈറ്റും വെയിറ്റും നോക്കിയിട്ടാണ് കേട്ടോ. ബെൽറ്റിനനുസരിച്ചിട്ടല്ല ഫൈറ്റ് ചെയ്യിപ്പിക്കുക. അതായത് ഇപ്പോൾ ഗ്രീൻ ബെൽറ്റ് യെല്ലോ ബെൽറ്റ് ഒരേ ഹൈറ്റും വെയിറ്റും ഒരേപോലെയാണെങ്കിൽ അവരെ കൊണ്ട് ഫൈറ്റ് ചെയ്യിപ്പിക്കുക, അങ്ങനെയാണ് കേട്ടോ. 2 പ്രാവശ്യമാണ് കേട്ടോ ഫൈറ്റ് ചെയ്യിപ്പിക്കുക. ഒരാളെ കൊണ്ട് ആദ്യം ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ അടുത്ത ആളെ മാറ്റിയിട്ടാണ് അടുത്ത ഫൈറ്റ് ചെയ്യിപ്പിക്കുക. ഫൈറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്തത് ബെൽറ്റ് കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബെൽറ്റ് മാറി ഇപ്പോൾ പുതിയ ബെൽറ്റാണ് കൊടുക്കുക. അപ്പോൾ മോന് യെല്ലോ കഴിഞ്ഞു, അടുത്തത് ഓറഞ്ച് ബെൽറ്റാണ് കേട്ടോ കിട്ടുക. അതിൻ്റെ കൂടെ നമുക്കൊരു സർട്ടിഫിക്കറ്റും കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, എല്ലാ കുട്ടികളെയും ഇങ്ങനെ ഇരുത്തിയിട്ട് ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയവരാണ് കേട്ടോ. എല്ലാവർക്കും അവരുടേതായ ബെൽറ്റൊക്കെ കൊടുക്കുക. അവർ ഓൾറെഡി വീട്ടിൽ നിന്ന് കെട്ടി വന്നിട്ടുള്ള ബെൽറ്റ് ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കും. എന്നിട്ട് പുതിയ ബെൽറ്റ് അവരുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് അത് കിട്ടുകയാണ് കേട്ടോ ചെയ്യുക. മോൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ അമ്മേ എനിക്ക് ബെൽറ്റ് കിട്ടാത്തത്, എന്താ ബെൽറ്റ് കിട്ടാത്തതെന്നൊക്കെ. ഭയങ്കര സന്തോഷമായി കേട്ടോ ബെൽറ്റും സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയപ്പോൾ. പിന്നെ നമുക്ക് ഇന്ന് ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റ് മാത്രമല്ലായിരുന്നു കേട്ടോ. നമ്മുടെ മക്കളെയൊക്കെ കരാട്ടെ പരിശീലിപ്പിക്കുന്ന സുനിൽ സെൻസായിന് ഒരു ആദരിക്കൽ ചടങ്ങ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത് പയ്യോളി മുനിസിപ്പൽ ചെയർമാനായിട്ടുള്ള അബ്ദുറഹ്മാൻ സാഹിബ് അവർകളായിരുന്നേ. ഷിയാൻ സുനിൽകുമാർ സാറാണ് കേട്ടോ നമ്മളുടെ മക്കളെയൊക്കെ കരാട്ടെ പരിശീലിപ്പിക്കുന്നത്. അദ്ദേഹം NDIOയുടെ നാഷണൽ ഡിപ്ലോമ ഇൻ ഒഫീഷ്യേറ്റിംഗ് എക്സാമിൽ ജൂഡോൻ്റെ നാഷണൽ റെഫറി ആയിട്ട് A ഗ്രേഡ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടെ ഒരു ആദരിക്കൽ ചടങ്ങായിരുന്നു അന്ന് നടന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ അവർ നമ്മുടെ സെൻസായിക്ക് ഒരു പൊന്നാട അണിഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു വിശേഷം കൂടി ഉണ്ടായിരുന്നേ. നമ്മുടെ സെൻസായിയുടെ തന്നെ മകളായിട്ടുള്ള ഇസാറ സുനിൽകുമാർ സ്റ്റേറ്റ് ജൂഡോ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ വിന്നറാണ്. അതുപോലെ തന്നെ പൂനെയിൽ നടക്കുന്ന സ്റ്റേറ്റ് നാഷണൽ ജൂഡോ ചാമ്പ്യൻഷിപ്പിൽ സെലക്ട് ചെയ്യുകയും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇസാറയ്ക്കും പൊന്നാടയൊക്കെ അണിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കൂടാതെ കരാട്ടെ ചാമ്പ്യൻഷിപ്പിലും മറ്റു കാര്യങ്ങളിലൊക്കെ കഴിവ് തെളിയിച്ചവർക്കും കുട്ടികൾക്കൊക്കെ ആയിട്ട് അവരെയും കൂടെ ആദരിക്കൽ ചടങ്ങ് കൂടെ ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ തന്നെ. അതിനുശേഷം പിന്നെ നടന്നത് സർട്ടിഫിക്കറ്റിൻ്റെ വിതരണമായിരുന്നു. അങ്ങനെ ഇതാ നമ്മുടെ അച്ചൂട്ടനും സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ടേ. ഇത് മോൻ്റെ ഫസ്റ്റ് ബെൽറ്റ് മാറുന്ന സമയത്ത് എടുത്തിട്ടുള്ള ഫോട്ടോ ആണ്. അതായത് യെല്ലോ ബെൽറ്റ് കിട്ടുന്ന സമയത്തുള്ള ഇത് നമ്മൾ അവിടെ നിന്ന് എടുത്ത ഫോട്ടോസാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് നമുക്ക് ഈ വർഷം കിട്ടിയതാണ് കേട്ടോ. ബെൽറ്റ്, ഓറഞ്ച് ബെൽറ്റും സർട്ടിഫിക്കറ്റും. അതിനുശേഷം പിന്നെ പ്രോഗ്രാമൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം എല്ലാവരും ഒരു വീട്ടിലേക്ക് പോവാണ് കേട്ടോ ചെയ്തത്. സമയം ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിത് അവിടെ നിന്ന് എടുത്ത ഫോട്ടോസാണ് കേട്ടോ ഇതൊക്കെ. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് ബസ്സിൽ പോയിട്ടോ.